എറണാകുളമായിട്ട് ജിയോ ബേക്കറിൽ 2-3 മോശമല്ലേ? വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതെ, ഇക്കങ്ങോട്ട് എത്തിക്കാറേ മതി. ഇന്നിപ്പോ ഇങ്ങോട്ട് പോയിക്കാൻ ശല്യപ്പെടുത്താന്ന് വിചാരിച്ചു. അതിനൊരു പ്രധാന കാരണമുണ്ട്. കേക്കാണെങ്കിൽ മുജീബ് അങ്ങ് എത്തിച്ചോളൂ. ഇത് കളരിയിലേക്ക് കുറച്ച് മധുരം കൊണ്ടുപോകാം. അങ്ങനെ പിറന്നാൾ പ്രമാണിച്ച് വീണ്ടും നമ്മൾ ജിയോ, നമ്മുടെ സ്ഥിരം ബേക്കറി ജിയോ ബേക്കറി ഇപ്പൊ തുറന്നു കിടക്കുക. കേറിക്കൂടെ? ഇങ്ങനത്തെ പാചകം നമുക്ക് കേറിയില്ല. സുന്ദറിനെ കണ്ടിട്ട് കൊറേ ആയിരുന്നു കാണാൻ വന്നതാ. നാളെ എന്താ പിറന്നാളെ തന്നോളൂ. അതല്ല അത് നാളത്തേക്ക്. കേക്ക് നാളത്തേക്ക്. എനിക്കിപ്പോ ലഡു ആണ് ഒരു 30 ഇതാണ് ഞങ്ങളുടെ മധുരം നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസം ജിയോ ബേക്കറി. ഇവരുടെ കുറേ ഷേക്സും ജാക്ക് ഫ്രൂട്ട് ഷേക്ക്, ഷുഗർ ഫ്രീ ഷേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഡയറ്റിനെന്ന് പറഞ്ഞിട്ട് ഒത്തിരി സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും മുജീബിക്ക, ജിയോ ബേക്കറീസ് ഒക്കെ ഒത്തിരി പറയാറുണ്ട്. ആ ബേക്കറിയാണ് ഈ ബേക്കറി, ആ മുജീബിക്കയാണ് ഈ സാക്ഷാൽ ഈ മനുഷ്യൻ. ഹായ്. നമ്മുടെ നോർത്ത് പറവൂരിൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബേക്കറി ഞാൻ വേറെ കണ്ടിട്ടില്ല. ലൈക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ആൻഡ് ഫുഡ് ക്വാളിറ്റി നോ കോംപ്രമൈസ്. എന്തിനാണെങ്കിലും നല്ല സാധനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ സ്പെഷ്യൽ ജ്യൂസസും ഷേക്സും എല്ലാം. എന്തിട്ടാ വേണ്ടേ? ഞാൻ പുളിഞ്ചി ഉണ്ടോ നോക്കിയതാ. പുളിഞ്ചി ഇല്ല. ഉണ്ടാക്കാൻ പറ്റില്ല. മടിച്ചു പാറു. എനിക്ക് വയ്യ. എന്തോരം പണിയാ. നിങ്ങളൊരു ചോദിക്കണ്ട. വേണ്ട കേക്കോ കുടിക്കാ. ഇവിടെ നല്ല ഷേക്ക് ഉണ്ടല്ലോ, ഡേറ്റ് ഷേക്ക് ഉണ്ട്. മോനെ തീറ്റിപ്പോറ്റാൻ. മോക്കെന്തെങ്കിലും വെച്ചിട്ടുണ്ട് അതില്. മോന് കണ്ട, മോന് പാപ്പ പാപ്പം. അയ്യോ ഞാൻ മുങ്ങി. ഒറ്റയ്ക്ക് പെയിന്റ് അടിക്കുക. വൈറ്റ് വാഷ് അല്ല, പെയിന്റ്. വീട് പെയിന്റ് ചെയ്യാം. ആ കട മൊത്തം വാങ്ങിച്ചപ്പോ സമാധാനായില്ലേ? അതെ, അത് മാത്രല്ല ഇത് നോക്കൂ. പറവൂരിലെ ഏറ്റവും വലിയ ഫ്രഷ് ആയിട്ടുള്ള വെറൈറ്റി എന്നും വെറൈറ്റികളുള്ള ഒരു സ്ഥാപനം നമ്മുടെ ജിയോ ബേക്കറിയാണ്. നമ്മുടെ മുജീബിക്കയുടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും കഴിക്കാൻ. മുജീബിക്കയുടെ ജിയോ ബേക്കറിയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ പണിയും മലയാളിയാണ് പോണത്. ഇപ്പൊ ബോഡീഷനാണെന്ന് ആരെങ്കിലും കണ്ടാ പറയോ?